जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। श्री श्री चैतन्य महाप्रभु की जय, चैतन्य चरितामृतम की जय, कृष्णाज कविराज गोस्वामी की जय, श्रील प्रभुपाद की जय, श्री गुरुदेव की जय, गौर सिद्धनाथ प्रेमानंदे हरि हरि बोल। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमः ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। मूकं करोति वाचालं पंकुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यैश्वरम्। कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमाम्यहम्। जय पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तिशक्तिहं। हरिः ओम तत्सत्। हरे कृष्ण. സോ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദിലീലയിലെ 8-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതലാണ്. സോ നമുക്ക് നോക്കാം എന്താണ് അധ്യായത്തിന്റെ പേര്. ശ്രീല പ്രഭുപാദ് കൊടുത്തിരിക്കുന്നത് ഗ്രന്ഥകർത്താവ് കൃഷ്ണന്റെയും ഗുരുവിന്റെയും ആജ്ഞകൾ സ്വീകരിക്കുന്നു എന്നൊരു ഭാഗമാണ്. ശ്ലോകം 20. ഹേന പ്രേമ ശ്രീ ചൈതന്യ ദില യഥാ തഥാ ജയകായ് മാധായ് പര്യന്ത അന്യേര കഥ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദരുടെ. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ കൃഷ്ണപ്രേമത്തെ എല്ലാവർക്കും എല്ലായിടത്തും സൗജന്യമായി വിതരണം ചെയ്തു. ജഗായ് മഥായ് എന്നീ അധമർക്ക് പോലും അവിടുന്ന് കൃഷ്ണപ്രേമമേകി. അങ്ങനെയുള്ളപ്പോൾ ഭക്തിയിൽ ഉന്നതി നേടിയ മറ്റുള്ളവരുടെ കാര്യം എന്തു പറയാൻ. അപ്പോൾ ഇവിടെ പറയുകയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശ്യം എന്താണ്. ഞാൻ ഇത് ഈശ്വര പ്രഭുപാദിനത്തിലെ വലിയൊരു പർപ്പോട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറയാം എന്ന ഉദ്ദേശത്തിൽ ഞാൻ ഈ പർപ്പോട്ട് ഒന്ന് ഓടിച്ചു നോക്കി. യഥാർത്ഥ ഇതിൽ മാറ്റി വെക്കാനായിട്ട് ഒന്നും കണ്ടില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ മനോഹരമായ രീതിയിൽ ശ്രീല പ്രഭുപാദ് ഇതിന് താല്പര്യം കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ശ്രീല പ്രഭുപാദ് ഇതിൽ പറയുന്നത്. കാരണം ഇതിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാവാർത്ഥത്തിൽ കാണാൻ സാധിക്കും. മഹാപ്രഭുവിന്റെ ആ കൃപ എന്താണ്, എങ്ങനെ നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും, ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളാണ് എങ്കിലും അവർക്കെല്ലാം മഹാപ്രഭുവിന്റെ കൃപ നേടാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് മനോഹരമായിട്ട് ശ്രീല പ്രഭുപാദ് തന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാവരും മ്യൂട്ടിൽ ഇരുന്നാട്ട് ദയവ് ചെയ്ത്. ഹരേ കൃഷ്ണ. സോ ജീവകാരുണ്യപരമെന്നും ലോകോപകാരമാണെന്നും പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മനുഷ്യ സമൂഹത്തിന് ശരീര സംബന്ധിയായ ചില ആശ്വാസങ്ങൾ നൽകുമ്പോൾ ഈശ്വര പ്രേമത്തോടുകൂടി സ്വഭവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും മഹാപ്രഭു നൽകുന്നു. ഇതാണ് മഹാപ്രഭു മനുഷ്യ സമൂഹത്തിന് നൽകിയ സമ്മാനവും മറ്റുള്ളവർ നൽകുന്ന സമ്മാനവും തമ്മിലുള്ള വ്യത്യാസം. ഗൗരവപൂർവം ഈ രണ്ട് സമ്മാനങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയാൽ
വിവേകിയായ ഒരുവൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് അത്യുന്നതമായ ബഹുമതി നൽകും. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കവിരാജ ഗോസ്വാമി ഇങ്ങനെ പറഞ്ഞത്: ശ്രീകൃഷ്ണ ചൈതന്യ ദയകര വിചാര വിചാര കരിലെ ചിത്തെ പാപേ ചമത്കാര. നിങ്ങൾക്ക് തർക്കത്തിലും ന്യായത്തിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായി അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെ നിരൂപിക്കാൻ ഉപയോഗപ്പെടുത്തുക. അപ്രകാരം ചെയ്താൽ അവിടുത്തെ കാരുണ്യം എത്രമാത്രം അത്ഭുതാവഹമാണെന്ന് കണ്ടറിയാൻ കഴിയും. ചൈതന്യ ചരിതാമൃത ആദ്യ രീതിയിൽ 8-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. ശ്രീ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു: ദിനഹീനയത ചില ഹരിനാമേ ഉദ്ധാരില താര സാക്ഷി ജഗായ് മതായ്. ജഗായ് മതായ് എന്നീ 2 സഹോദരന്മാർ ഈ കുലത്തിലെ പാപഭംഗിലമായ ജനസമൂഹത്തിന്റെ പ്രതിനിധികളാണ്. അവർ അങ്ങേയറ്റം ഉപദ്രവകാരികളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ മാംസം ഭക്ഷിക്കുന്നവരും മദ്യപാന്മാരും സ്ത്രീലമ്പടന്മാരും തെമ്മാടികളും മോഷ്ടാക്കളുമായിരുന്നു. എന്നിട്ടും ശ്രീ ചൈതന്യ മഹാപ്രഭു അവരെ ഉദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ ധീരന്മാരും പുണ്യാത്മാക്കളും ഭക്തിയുക്തരും മനസാക്ഷിയുള്ളവരുമായവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ബ്രാഹ്മണീയ യോഗ്യതയുള്ള ഭക്തന്മാരുടെയും രാജർഷികളുടെയും കാര്യം പറയേണ്ടതില്ലെന്ന് ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നു. കിം ബ്രാഹ്മണ പുണ്യഭക്ത രാജർഷയസ്തഥ. ഒരു പരിശുദ്ധ ഭക്തന്റെ സംസർഗത്താൽ ഏതൊരുവനും കൃഷ്ണാവബോധത്തിലേക്ക് വരികയും ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ അർഹനായി തീരുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 32-ൽ ഭഗവാൻ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: മാം ഹി പാർത്ഥാവ്യപാശ്രിത്യ യേ അപി സ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രാസ് തേ അപി യാന്തി പരമാം ഗതിം. അല്ലയോ പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും സ്ത്രീകളും വൈശ്യരും വ്യാപാരികൾ ശൂദ്രരും തൊഴിലാളികൾ അവർക്ക് പരമമായ ലക്ഷ്യം നേടാൻ സാധിക്കും. ഇത്തിരി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇതിൽ പറയുന്ന ശ്രീല പ്രഭുപാദ് ജീവകാരുണ്യപരമെന്നും ലോകോപകാരമെന്നും പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ മനുഷ്യ സമൂഹത്തിന് ശരീര സംബന്ധിയായ ചില ആശ്വാസങ്ങൾ നൽകുമ്പോൾ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാരും മ്യൂട്ടിൽ ഇരുന്നാട്ടെ. ഹരേ കൃഷ്ണ. സീതാലക്ഷ്മി അമ്മ ഒന്ന് മ്യൂട്ടിലിരുന്നാട്ടെ. സീതാലക്ഷ്മി അമ്മ ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ എപ്പോഴും സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് മാനവ സേവ മാധവ സേവ എന്നത്. മാനവ സേവ മാധവ സേവ ഒരിക്കലും ആവില്ല. മാനവസേവയും മാധവസേവയും. എന്നാൽ മാധവ സേവയെ മാധവ സേവയാക്കി മാറ്റാൻ ഉള്ള അവസരം നമുക്കുണ്ട്. എങ്ങനെയെന്നാൽ ഏറ്റവും ബെസ്റ്റ് മാനവ സേവ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ് കൊടുക്കുകയാണ്. അതല്ല സാധാരണ മാനവ സേവ എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീല പ്രഭുപാദ് ഈ താല്പര്യത്തിൽ പറയുന്ന പോലെ ശാരീരികമായ ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതും ചില സൗകര്യങ്ങൾ ചില സമയത്തേക്ക് മാത്രം. എല്ലായ്പ്പോഴും അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതും സാധ്യമല്ല. ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉണ്ട്, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഇറ്റ് സേസ് ലൈക്ക്, ഞാൻ അതിനെ പാരഫ്രൈസ് ചെയ്യുകയാണെങ്കിൽ, ബെറ്റർ ടു ടീച്ച് ഫിഷിംഗ് ഹൗ ടു ഫിഷ് ഓർ ഫിഷിംഗ് ദാൻ ഗിവിങ് ഫിഷ് എന്ന് എന്താണ്. അതായത് മത്സ്യം നൽകുന്നതിനേക്കാൾ മത്സ്യം പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്ന മത്സ്യം നൽകുന്നതിനേക്കാൾ ഉത്തമമാണ് മത്സ്യം പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. എങ്ങനെ മത്സ്യത്തെ പിടിക്കാമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ then he can continue throughout his life. ഓക്കെ, തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിന് എതിരാണ്, ജസ്റ്റ് പ്രോവർബായിട്ട് ഉപയോഗിച്ചത് മാത്രം. അപ്പൊ നമുക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയാണ് അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശ്യം. പക്ഷേ നമ്മൾ ഇപ്പൊ ഇതിൽ ചില പ്രവാദ് പറയുന്ന പോലെ ജീവകാരുണ്യപരമെന്നും ലോക ഉപകാരപരമെന്നും പറയപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സമയത്തേക്ക് മാത്രം, കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ 1 നേരം 2 നേരം 10 നേരം, എത്ര നാൾ നമുക്ക് ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് സഹായിക്കാൻ സാധിക്കും? അതൊരിക്കലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ ഒരു പക്ഷേ പലരും കേട്ടിട്ടുണ്ടാവും. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. മനോഹരമായ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ധനികനായ വ്യക്തി
തൻ്റെ പുത്രനെയും കൊണ്ട് ഒരു വലിയൊരു ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് പോകുക എന്ന് വിചാരിക്കും. ഒന്നുകിൽ തൃശ്ശൂർ പൂരമോ അല്ലെങ്കിൽ ആലുവ മണൽപ്പുറത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫംഗ്ഷൻ സമയത്ത് പോകുന്ന സമയത്ത് അറിയാതെ ആ കുട്ടി അച്ഛന്റെ കൈ വിട്ടു പോകുന്നു. ഈ എക്സാമ്പിൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കൈ ഉയർത്താമോ? ഓക്കെ, ഇതുവരെ ആരും കൈ ഉയർത്തിയില്ല, അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. വളരെ അതിഭയങ്കരമായ ഭയാനകമായ തിരക്കാണ്. ഓക്കെ, ഇച്ചിരൂടെ ബെറ്റർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുംഭമേള തുടങ്ങാൻ പോകുന്നു. 14-ാം തീയതിയോ അങ്ങനെയാണ്, 14-ാം തീയതി തുടങ്ങുകയാണ് കുംഭമേള. ആ മഹാകുംഭമേള സമയത്ത് അവിടെ പോകുമ്പോൾ ഒരു കുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, മിസ്സായി. കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അച്ഛനും പല വഴിക്ക് തിരയുന്നു, കുട്ടിയും പല വഴിക്ക് തിരഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെ അച്ഛനെ തപ്പി 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 കുട്ടി നടക്കുമ്പോൾ കുട്ടി അങ്ങ് ഭയങ്കര കരച്ചിൽ. രാവിലെ മുതൽ വൈകിട്ട് വരെ കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് കുട്ടിയെ അത് പിടിച്ചിട്ട് പറയുകയാണ്, മോനെ എന്ത് പറ്റി, നിനക്ക് വിശക്കുന്നോ? വിശക്കുന്നു. കാരണം കുട്ടി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഒരു മാർഗവുമില്ല. അപ്പൊ അദ്ദേഹം ആ കുട്ടിയെ വിളിച്ച് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തു. ബെസ്റ്റ് സർവീസ്. അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസമായി, വീണ്ടും ആ കുട്ടിക്ക് വിശക്കുന്നു. ഓക്കെ, വേറൊരാൾ കണ്ടു, ആഹാരം പിടിച്ചു കൊടുത്തു. പക്ഷെ കഴിച്ചപ്പം മൂന്നാമതൊരാൾ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ നിനക്ക് വിശക്കുന്നോ? ഇല്ല, വിശക്കുന്നില്ല. പക്ഷെ വേഷം മുഴുവൻ മുഷിഞ്ഞ് ഡ്രസ്സ്, അതായത് വളരെ ചെളിയൊക്കെ പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തതിന്റെ ചെളിയെല്ലാം പിടിച്ചു. അദ്ദേഹം വിചാരിച്ചു ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാം. അദ്ദേഹം ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. ബെസ്റ്റ് സർവീസ്. നാലാമതൊരാൾ കണ്ടപ്പോ ചോദിക്കുകയാണ്, മോനെ എന്തു പറ്റി, നീ എന്തിനാ കരയുന്നത്? നിന്റെ അച്ഛൻ എവിടെ? അല്ലെങ്കിൽ നിന്റെ അമ്മ എവിടെ? നീ ഏത് വീട്ടിലെയാണ്? വീടറിയാമോ? അല്ലെങ്കിൽ വഴി അറിയാമോ? അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ മൊബൈൽ നമ്പർ അറിയാമോ? മൊബൈൽ നമ്പർ അറിയാം. ആ പയ്യൻ തപ്പിപ്പിടിച്ച്, ഓർമ്മയിൽ നിന്ന് തപ്പിപ്പിടിച്ച് അച്ഛന്റെ മൊബൈൽ നമ്പർ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തി ഉടൻ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു, അച്ഛനെ പിടിച്ച് കുട്ടിയെ ഏൽപ്പിക്കുന്നു. 3 പേരും ചെയ്തത് ബെസ്റ്റ് സർവീസ്, നോ ഡൗട്ട്. പക്ഷെ ആദ്യ 2 പേര് ചെയ്തത്, ഇതിൽ ചില പ്രഭുപാദ് പറഞ്ഞ പോലെ ജീവകാരുണ്യപരമെന്നും ലോകോപകാരമെന്നും തോന്നുന്ന രീതിയിലുള്ള സേവനം, കുറച്ച് സമയത്തേക്ക് ശരീരത്തിന് സുഖം പകരുന്ന സേവനം ആ വ്യക്തി 2 പേരും ചെയ്തു. നല്ലത് തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് സർവീസ് ചെയ്തത് ആരാണ്? ഏറ്റവും ബെസ്റ്റ് സർവീസ് ചെയ്തത്? അച്ഛനെ ഏൽപ്പിച്ച ആള്. യെസ്, അച്ഛനെ പിടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൺ. കാരണം അച്ഛന് ആ കുട്ടിയുടെ അച്ഛൻ വളരെ ധനികനും വളരെ ഇതുള്ള ആളാണ്. ഇനിവൻ അത്ര അല്ലെങ്കിൽ തന്നെ ആ കുട്ടിക്ക് വേണ്ട ആഹാരം കൊടുക്കാനും ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കാനുള്ള കഴിവ് ആ അച്ഛനുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഏറ്റവും ബെസ്റ്റ് മാനവ സേവ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ് കൊടുക്കുകയാണ് എങ്കിൽ ജീവിതത്തിലെ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ആ വ്യക്തിക്ക് കരകയറാൻ സാധിക്കും. അതല്ലാതെ ഇപ്പൊ ഒരുപാട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഈവൻ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ അഡ്വർടൈസ്മെന്റ് വരുന്നു. എന്താണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്? ഹെൽപ്പ് പുവർ, അല്ലെങ്കിൽ അസുഖം ബാധിച്ച് കിടക്കുന്ന വ്യക്തികളെ സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ്. റോഡിൽ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ബക്കറ്റുമായിട്ട് ആൾക്കാർ പിരിവിന് വരുന്നു. എന്താണ്? ഇന്ന വ്യക്തി അസുഖബാധിതനായി കിടക്കുന്നു, ആളെ സഹായമായിട്ട് പണം സമ്പാദിക്കാനായിട്ട് 25 ലക്ഷം രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അവർ 60 ലക്ഷം രൂപ കളക്ട് ചെയ്യും. ഈ പറഞ്ഞ പൈസ കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ മോക്ഷം കിട്ടാനൊന്നുമല്ല, അല്ലെങ്കിൽ ആതുര സേവനം, അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കണം എന്ന ഉദ്ദേശത്തോടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇത് ഓക്കെ, ഈവൻ ഫോർ കം ടു ദ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എടുക്കുകയാണ്. അവര് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സേവനം എന്ന മനോഭാവത്തിൽ തന്നെ ചെയ്യുകയാണെന്ന് തന്നെ കരുതുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവര് ആ ഒരു അസുഖത്തിന് വേണ്ടി ചികിത്സിക്കാനുള്ള പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു അസുഖം വരില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? അഥവാ ആ അസുഖം ചികിത്സിച്ച് ഭേദപ്പെട്ടു വേറെ അസുഖമൊന്നും വന്നില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും ജന്മം എടുക്കുമ്പോൾ അടുത്ത ജന്മം വേറെ അസുഖം വരില്ലേ? സോ വാട്ട് ഈസ് എ പെർമനന്റ് സൊല്യൂഷൻ? എന്നാൽ ആ കൃഷ്ണ കോൺഷ്യസ്നെസ് ആ വ്യക്തിക്ക് കൊടുക്കുകയാണ് എങ്കിൽ, എല്ലാ വ്യക്തിക്കും, ഏതൊരു വ്യക്തിക്കും ആണെങ്കിലും, ഓക്കെ, തീർച്ചയായിട്ടും അസുഖം വന്നിട്ട് അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാളോട് ചെന്നിട്ട് ഹരിനാമം ജപിക്കാൻ പറഞ്ഞാൽ ആരും ജപിക്കില്ല. അതുകൊണ്ടാണ് പ്രഭുപാദ്
ഫുഡ് ഫോർ ലൈഫ് എന്ന സിസ്റ്റം തുടങ്ങിയത് തന്നെ. സോ ശില പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻ ആണ്. മായാപൂർ എന്നല്ല, ഇസ്കോൺ സെന്റർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, wherever an ISKCON center is there, എത്രയോ കിലോമീറ്റർ ചുറ്റളവിൽ ഒരാളും പട്ടിണി ഇരിക്കാൻ പാടില്ല എന്ന് ശില പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് ഫുഡ് ഫോർ ലൈഫ് എന്ന സിസ്റ്റം തുടങ്ങാൻ തന്നെ ഉണ്ടായ കാരണം. സോ there is this instruction that like എത്രയോ കിലോമീറ്റർ ചുറ്റളവില് ആരും പട്ടിണി ഇരിക്കാൻ പാടില്ല എന്നുള്ള ശില പ്രഭുപാദിന്റെ ഇൻസ്ട്രക്ഷൻ. സോ അപ്പോ അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? ഓക്കെ, പട്ടിണിയായിട്ടിരിക്കുന്ന ആളുടെ ഹരിനാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആര് ജപിക്കും? nobody will chant. സോ ഫസ്റ്റ് ഫീഡ് them. അവർ ഹരേ കൃഷ്ണ ആരുടെയൊക്കെയോ അൺമ്യൂട്ടിലാണ് പോകുന്നത് എപ്പോഴും. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എവരിബഡി ഈസ് ഇൻ മ്യൂട്ട്. ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പോ ശില പ്രഭുപാദ് എപ്പോഴും ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അവർക്ക് ആ ഭക്ഷണം കൊടുക്കുന്നതോട് കൂടി തന്നെ അതിന്റെ കൂടെ അവരുടെ കയ്യിൽ ജപമാല കൂടെ കൊടുക്കുക. ആ ജപമാല കൂടെ കൊടുക്കുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ശ്രീകൃഷ്ണ ചൈതന്യ ദയ കര വിചാര കരിലെ ചിത്തെ പാപേ ചമത്കാര. സോ അതുകൊണ്ടാണ് ഭഗവാൻ മഹാപ്രഭുവിന്റെ ആ കൃപ നമുക്ക് നേടാൻ സാധിച്ചാൽ we will get out of or get rid of all our issues. നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളിൽ നിന്നും നമ്മൾ മറികടക്കാൻ സാധിക്കും. അതാണ് പറയുന്നത്, അത്ഭുതകരമായ കാര്യമാണ്. മഹാപ്രഭു ചെയ്യുന്ന ആ പ്രവൃത്തികൾ അത്ഭുതാവഹമാണ് എന്ന് അവിടെ കാണുന്നു. സോ അതിന് താഴെ ശ്രീ നരോത്തം ദാസ് ഠാക്കൂർ പറഞ്ഞു, ഓക്കെ, ഈ മഹാപ്രഭുവിന്റെ കൃപ നേടണമെങ്കിൽ ഈസ് ദർ എനി കാറ്റഗറി, ഈസ് ദർ എനി ക്വാളിഫിക്കേഷൻ, പ്രീ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ടോ? Those who are well dressed or those who are in a well status or those who come in a proper way, അല്ലെങ്കിൽ വളരെ നല്ല ഒരു ഫെസിലിറ്റി ഉള്ള ഒരാള്, നല്ല പഠിപ്പുമുള്ള ആള്, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവർക്ക്, നല്ലതുപോലെ മനസ്സിലാക്കുന്നവർക്ക്, നത്തിങ്. അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഭക്തിശാസ്ത്രീയ ഭക്തിവൈഭവം പഠിച്ചവർക്ക്, നത്തിങ്. ഈവൻ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത്, ജഗായ് മഥായിയെ പോലെ അധപ്പതിച്ച് കിടന്ന വ്യക്തിത്വങ്ങളെ ഉദ്ധരിക്കാൻ അത്രമാത്രം ദയാലുവായ മഹാപ്രഭു. So there's no condition at all. അവരാര് അവരുടെ ശരണം പ്രാപിച്ചാലും അവർക്ക് ആശ്രയം കൊടുക്കും. ചില പ്രഭുപാദ് മനോഹരമായിട്ടൊരു കാര്യം പറയുന്നു, അങ്ങനെയുള്ളപ്പോൾ അതായത് ജഗായ് മഥായിയെ പോലെയുള്ള അധപ്പതിച്ചവർക്ക് അവരുടെ ക്വാളിറ്റീസ് അവർ പറയുന്നുണ്ട്. 500 വർഷങ്ങൾക്ക് മുൻപ് ഈ ജഗായ് മഥായി എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാമായിരുന്നു. അതായത് നരോത്തം ദാസ് ഠാക്കൂർ 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അതൊരു എക്സാമ്പിളായിട്ട് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് നരോത്തം ദാസ് ആ ഒരു എക്സാമ്പിൾ കാണിച്ചത്? Can anyone say? ഹരേ കൃഷ്ണ, ഒരു എക്സാമ്പിളായിട്ട് അത് കാണിക്കാൻ ഉള്ള പ്രധാന കാരണം എന്താണ്? എനിവൺ ക്യാൻ സേ, ലൈക്ക് പറയാൻ പറ്റും, ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് നരോത്തം ദാസ് ഠാക്കൂർ എക്സാമ്പിൾ പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം? ഹരേ കൃഷ്ണ. അവര് ബ്രാഹ്മണരായിട്ട് ജനിച്ചിട്ട് പോലും അതിന്റെ യാതൊരു തരത്തിലുള്ള ജീവിത രീതി ഇല്ലാണ്ട് അധപ്പതിച്ച ജീവിതം. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും നമ്മള് അനുഷ്ഠിക്കേണ്ടത്? തീർച്ചയായിട്ടും, വെരി ഗുഡ്, താങ്ക് യു കൃഷ്ണപ്രിയ മാതാജി. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കൊന്നും പറയാനില്ലേ? എല്ലാം ഉറങ്ങുവാണോ? ഹരിബോൽ. ഹരേ കൃഷ്ണ. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ഫൈൻ. സോ വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. പക്ഷെ എന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു. കാരണം അധികം ആൾക്കാരും അന്ന് ഇതേപോലെ പ്രവർത്തിക്കുന്നവരില്ലായിരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇന്ന് നമുക്ക് നോക്കിയാൽ വെളിയിലോട്ട് ഇറങ്ങി, ഇപ്പൊ ഈ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയാൽ നമുക്ക് ഇതുപോലുള്ള 10-50 എണ്ണത്തിനെ കാണാം. ധാരാളം ആൾക്കാർ ഇന്ന് കലിയുഗത്തിന്റെ ഈ ഒരു 500 വർഷങ്ങൾ കൂടെ നമ്മൾ കഴിഞ്ഞു വന്നപ്പോ ഇതൊരു സർവ്വസാധാരണമായ കാര്യമായി മാറി. എങ്ങനെയുള്ളവരാണ്? അതായത് മദ്യപാന്മാര്, മാംസം ഭക്ഷിക്കുന്നവര്. ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങിയ മാംസം ഭക്ഷിക്കുന്നവരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. മദ്യപാന്മാര് ധാരാളം, സ്ത്രീലമ്പടന്മാർ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലേ? ഓരോരോ വിഷയങ്ങൾ നടക്കുന്ന ലോകത്തിൽ കാണുമ്പോൾ ചിരിയ വരുന്നത്. തെമ്മാടികളും മോഷ്ടാക്കളും
ഒരു പഞ്ഞിയില്ല, ഒരു പഞ്ഞവും ഇല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ക്ലിയർ ആണോ? മനസ്സിലായവരൊന്ന് കൈ ഉയർത്തിയാട്ട്. ഹരേ കൃഷ്ണ. മനസ്സിലായവരൊന്ന് കൈ ഉയർത്തിയാട്ട്. ഹരി ബോൽ. യെസ്. വെരി ഗുഡ്. ഓക്കെ. അല്ല, ആരും ഉറങ്ങുന്നില്ലല്ലോ എന്ന് എൻഷുർ ചെയ്യാനുണ്ടാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്തായി കൈ ഉയർത്താത്ത? കേൾക്കുന്നില്ലയോ അതോ? ഹരേ കൃഷ്ണ. സോ 500 വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെയുള്ള എക്സംപ്ലറി ആയിട്ട്, അല്ലെങ്കിൽ വളരെ എക്സംപ്ലറി ഇൻ ദ സെൻസ് നെഗറ്റീവ് സെൻസിലാണ്, ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയാൻ രണ്ടുപേരുണ്ടായിരുന്നു. ആര്? ജഗായും മഥായും. പക്ഷെ ഇന്ന് സർവ്വസാധാരണമാണ്. അപ്പോ അവരെ പോലും, അല്ലെങ്കിൽ ജഗായി മഥായിയെ പോലെ ഉള്ളവരെയും ഉദ്ധരിക്കാനുള്ള കഴിവും ആ മനസ്സാക്ഷി, അല്ലെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ അത്ര കൃപാലുവായിരുന്നു മഹാപ്രഭു. അപ്പോ എന്താണ് പറയാ, അപ്പോ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ബ്രാഹ്മണീയ യോഗ്യതയുള്ള ഭക്തന്മാരുടെയും രാജർഷിമാരുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ. സോ അത് ഭഗവത്ഗീതയും സ്ഥിരീകരിക്കുന്നു. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്ത രാജശ്രയസ്തത. ഇത് വായിക്കുമ്പോൾ എനിക്ക് മറ്റൊരു ശ്ലോകം എനിക്ക് ഓർമ്മ വരികയാണ്. ഐ ജസ്റ്റ് ട്രൈങ് ടു റീകളക്ട്. പക്ഷേ കുറച്ച് കീടപക്ഷി മൃഗാണാംച ഒരു ശ്ലോകമുണ്ട്. കീടപക്ഷി മൃഗാണാംച ഹരൗ സന്യസ്ത ചേതസാം ഊർധ്വമേതദ് ഗതിർമന്യേ കിം പുനർജ്ഞാനിനാം നൃണാം. സോ ഈ കിം പുനർ എന്ന് കേട്ടപ്പോഴാണ് ആ ഒരു ശ്ലോകം എനിക്ക് ഓർമ്മ വന്നത്. സോ വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഇത്. അത് പറയുന്നത് കീട പക്ഷി മൃഗാണാംച, അതായത് ഒരു ചെറിയ കീടമോ ഒരു പക്ഷിയോ ഒരു മൃഗമോ, കീട പക്ഷി മൃഗാണാംച ഹരൗ സന്യസ്ത ചേതസാം, ഭഗവാന്റെ സേവനത്തിൽ ഇൻവോൾവ് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിനായി സേവനം ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അപ്പോ ആ ഭഗവാന്റെ സേവനത്തിൽ ഇൻവോൾവ് ചെയ്യുകയാണ് എങ്കിൽ, കീടപക്ഷി മൃഗാണാംച ഹരൗ സന്യസ്ത ചേതസാം, ഭഗവാന്റെ സേവനത്തിൽ ഇൻവോൾവ് ആകുകയാണെങ്കിൽ ഊർധ്വമേതദ് ഗതിർമന്യേ, അവർക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എപ്പോഴും ഉയരാൻ സാധിക്കും. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ കീട, മൃഗ ഓർ പക്ഷി. അപ്പം ശാസ്ത്രം ചോദിക്കുന്നത് കിം പുനർജ്ഞാനിനാം നൃണാം. Then what to talk about a learned human being, അല്ലെങ്കിൽ ഇന്റലിജന്റ് ക്ലാസ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും ജ്ഞാനിയായ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? സോ വി നോ റൈറ്റ് എക്സാമ്പിൾസ്. ഗുരുവായൂർ കേശവനെ പോലെയുള്ള എക്സെപ്ഷണൽ കേസസ് ആണ്. ഓഫ് കോഴ്സ് മൃഗങ്ങൾക്കും കീടങ്ങൾക്കും നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഈവൻ ദാമോദര മാസത്തിൽ, അല്ലെങ്കിൽ കാർത്തിക മാസത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ പറയുന്ന സമയത്ത് പത്മപുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ്. ഒരു എലി എന്താ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നെയ്യിലെ തിരി കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തോ അവിടെ ഓഫർ ചെയ്ത ഭക്ഷണം എന്തോ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് അതിന്റെ വാലിൽ തീ പിടിച്ചിട്ട് ആ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി 3 പ്രാവശ്യം ഇങ്ങനെ വലം വെച്ചപ്പോൾ ദാമോദര ഭഗവാനെ അല്ലെങ്കിൽ പ്രദക്ഷിണം വെച്ചതുപോലെ, ആരതി ചെയ്തതിന് തുല്യമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ദാറ്റ് ഈവൻ ആ എലിക്ക് പോലും സാക്ഷാത്കാരം ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. സോ അജ്ഞാത സുഹൃതിയാണ് എങ്കിലും ഈവൻ ഒരു കീടത്തിനോ പക്ഷിക്കോ മൃഗത്തിനോ ലഭിക്കാൻ ഉള്ള അവസരമുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത്രയും ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? കീടപക്ഷി മൃഗാണാം ച ഹരൗ സന്യസ്ത ചേതസാം ഊർധ്വമേതദ് ഗതിർമന്യേ കിം പുനർജ്ഞാനിനാം നൃണാം. സോ ഈ ഒരു ശ്ലോകം വായിച്ചപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്ന് റീകളക്ട് പറയാണ്. സോ അത്രയ്ക്ക് മനോഹരമാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ ശാസ്ത്രങ്ങൾ. മഹാപ്രഭുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ അത്രമാത്രം നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത് തിരിച്ചു പറയുകയാണ് ഭഗവത്ഗീതയിലെ. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഒരു പരിശുദ്ധ ഭക്തന്റെ സംസർഗത്താൽ ഏവരും കൃഷ്ണാവബോധത്തിലേക്ക് വരികയും ഭഗവത് ധാമിലേക്ക് മടങ്ങിപ്പോകാൻ അർഹനായി തീരുകയും ചെയ്യുന്നു. ഈ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞത് 2 തരത്തിൽ നമുക്ക് ഭക്തി ആർജിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഐ ഫീൽ ഐ തിങ്ക് ഐ ടോൾഡ് ഹിയർ ഓർ സംവെയർ എൽസ്. അതായത് എന്താണ് സാധക സിദ്ധിയും കൃപാസിദ്ധിയെയും കുറിച്ച് ഈ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞത്, അതോ വേറെ ഏതെങ്കിലും ക്ലാസ്സിലാണോ?
ഭാഗവതം ക്ലാസ്സിലാണോ? വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ ഇപ്പൊ ഇവിടെ പറയുന്ന അനുസരിച്ച് രണ്ട് തരത്തിൽ, അപ്പം ഒരു പരിശുദ്ധ ഭക്തന്റെ സംസർഗത്താൽ ഏതൊരുവനും കൃഷ്ണാവബോധത്തിലേക്ക് വരുവാനും ഭഗവത് ധാമിലേക്ക് മടങ്ങിപ്പോകാനും സാധിക്കും. സോ നമുക്ക് ഭക്തി സേവനം അല്ലെങ്കിൽ ഭക്തിയുത അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഭക്തി നമുക്ക് ലഭിക്കാനുള്ള 2 മാർഗങ്ങളാണ്. ഒന്ന് സാധന സിദ്ധിയും, 2 കൃപാസിദ്ധിയും. സാധന സിദ്ധി എന്ന് പറഞ്ഞാൽ, സാധന എന്നുള്ള അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സാധന ഭക്തി? ക്യാൻ എനിവൺ സേ? സിമ്പിൾ വേർഡ്സിൽ സാധന ഭക്തിയുടെ ഡെഫിനിഷൻ പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന് സേവനം ചെയ്യുന്നത്. ഭഗവാന് സേവനം ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ പ്രോപ്പർ ആക്കി പറയാമോ? നമ്മൾ എന്ത് ചെയ്താലും ഭഗവാനെ ഇൻക്ലൂഡ് ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഭക്തിശാസ്ത്രി സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? കൈ നിർത്തിയാട്ടെ. എത്ര പേര് ഭക്തിശാസ്ത്രി സ്റ്റുഡൻസ് ഉണ്ട്? ഭക്തിശാസ്ത്രിയിൽ ഭക്തിരസാമൃത സിന്ധു പഠിച്ച എത്ര പേരുണ്ട് ഇവിടെ? കൈ ഉയർത്തിയാട്ടെ. ആരുമില്ല? അത് അന്യാഭിലാഷിത ശൂന്യമാണോ? അല്ല, അത് ഭക്തിയുടെ ഡെഫിനേഷനാണ് ചെയ്യുന്നത്. സാധന ഭക്തി. യെസ്, വിഷ്ണുപ്രിയ മാതാജി ഭക്തിരസാമൃത സിന്ധു പഠിച്ചു ഭക്തിശാസ്ത്രിയില്. വേറെ ആരെങ്കിലും? വിധി പ്രകാരം ചെയ്യുന്ന. ഗൗരപ്രിയ മാതാജി ഭക്തിശാസ്ത്രി കഴിഞ്ഞതല്ലേ? കൈ ഉയർന്നില്ല. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല പ്രഭു. ഭക്തിശാസ്ത്രി പഠിച്ചു. മാതാജി ഭക്തി വൈഭവ് ക്ലാസ്സിലുണ്ടോ മാതാജി? ഞാനല്ല, അത് ഗൗരപ്രിയ മാതാജി ട്രിവാൻഡ്രത്തുള്ളതാ. ഞാൻ കൊച്ചിയിലാ. ഗൗരപ്രിയ സച്ചി മാതാദേവി. ഓക്കെ, ഗൗരപ്രിയ സച്ചി മാതാജി വേറെ. സോറി, ഐ ടുക്ക് മിസ്റ്റേക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആരൊക്കെ ഭക്തിശാസ്ത്രി ചെയ്തവരുണ്ട്? ഓക്കെ, വെരി ഗുഡ്, നോ പ്രോബ്ലം. വിഷ്ണുപ്രിയ മാതാജി ഓർക്കുന്നോ? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഭക്തി? എന്താണ്? വൈദ്യല്ല, വേദശാസ്ത്രങ്ങൾ പ്രകാരം. അല്ല, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. വെരി ക്ലിയർ, ലെറ്റ് us be clear. അതായത് സാധന ഭക്തിയെ 2ആയിട്ട് വിഘടിപ്പിക്കുന്നുണ്ട്. അത് വൈദ്യസാധന ഭക്തിയും രാഗാനുഗ ഭക്തിയും. അതിന്റെ ഡെഫിനിഷനല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ സാധന ഭക്തിയുടെ ഡെഫിനിഷൻ ചോദിച്ചത്. സിമ്പിൾ സാധന ഭക്തി. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഡോണ്ട് ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. നോ പ്രോബ്ലം, നോ വറീസ്. സാധന ഭക്തി എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്. സാധന ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെയാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ മുന്നോട്ട് കൊണ്ട് പഠിക്കാനോ ബൈഹാർട്ട് ചെയ്യാനോ ഉള്ള. ഓക്കെ, ജസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്, അതിനെയാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. അതിനെ 2ആയിട്ട് തിരിക്കാം. അത് വൈദ്യസാധന ഭക്തി, രാഗാനുഗ ഭക്തി. അതൊക്കെ അതിന്റെ ഡെഫിനിഷൻ വേറെ ഉണ്ട്. വി ആർ നോട്ട് ഗോയിങ് ടു ദാറ്റ്. അപ്പോൾ ആ സാധന ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വി വിൽ അറ്റൈൻ പെർഫെക്ഷൻ. അതുപോലെ തന്നെ അത് ഒരുപാട് നാളെടുക്കാം. may take lot of years or lifetime together. പക്ഷെ വേറൊന്നുണ്ട്, കൃപാസിദ്ധി. ഭഗവാന്റെയും അല്ലെങ്കിൽ ഭക്തരുടെയും കൃപ കൊണ്ട് നമുക്ക് ഭക്തി ഇമ്മീഡിയറ്റ്ലി നേടാൻ സാധിക്കും. സോ കൃപാസിദ്ധി ഈസ് വെരി ഈസി. പക്ഷേ അത് മില്യൺസിൽ ഒരാൾക്കാർക്ക്, ഒരുപക്ഷെ 10 മില്യണിൽ അല്ലെങ്കിൽ ഒരു കോടിക്കണക്കിന് ആൾക്കാരിൽ ഒരുവനായിരിക്കാം ആ കൃപാസിദ്ധിക്ക് പ്രാപ്തനാവുന്നത്. സോ അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് ഡു സാധന ഭക്തി, ദാറ്റ് മീൻസ് ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്. അതുകൊണ്ടാണ് നമ്മൾ ജപം, സേവനങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം 32 പറഞ്ഞു, മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപി സ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രാസ്തേ അപി യാന്തി പരാം ഗതിം. ഇത് വളരെ അടുത്തിടെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ശ്ലോകമാണ്. നമ്മുടെ ഒരു സോ കോൾഡ് പത്രപ്രവർത്തകന്റെ ഒരു കമന്റ് ഈ ഒരു ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എനിവേ, ദാറ്റ്സ് ഫൈൻ, ലീവ് ഇറ്റ്. അല്ലയോ പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും, സ്ത്രീകളോ വൈശ്യരോ അല്ലെങ്കിൽ ശൂദ്രരോ ആണെങ്കിൽ പോലും അവർക്ക് പരമമായ ലക്ഷ്യം നേടാൻ സാധിക്കും. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളോട്. എന്തുകൊണ്ടാണ് പാപയോനയഃ എന്ന് പറയുന്നത് ഒരു ലോവർ ക്ലാസ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇവരെല്ലാവരും മോശം ആൾക്കാരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, പിന്നെ എന്തർത്ഥത്തിലാണ് സ്ത്രീകളെ ഈ പാപയോനയഃ എന്ന ഗ്രൂപ്പിലായിട്ട് ഇവിടെ ഭഗവാൻ ഈ ഒരു ശ്ലോകം പറയുമ്പോൾ എന്തുകൊണ്ടാണത് ലെസ് ഇന്റലിജന്റ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ? അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ലെസ് ഇന്റലിജന്റ് ആയിട്ട് ഇതിൽ പറയുന്നത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും മാതാജിമാരാണ്, ആരും വിഷമം തോന്നണ്ട.
പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ലെസ് ഇന്റലിജന്റ് ആണെന്ന് ശാസ്ത്രം പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? എനി ഒപ്പീനിയൻ? അതോ സ്ത്രീകൾ ലെസ് ഇന്റലിജന്റ് ആണോ യഥാർത്ഥം? സ്ത്രീകൾ ഭയങ്കര ഇമോഷണൽ സ്ത്രീകൾ ഇമോഷണൽ ആണ്. യെസ്, വെരി ഗുഡ് പോയിന്റ്. ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? അവര് കുറച്ചും കൂടെ ബോഡിലി കോൺഷ്യസ് ആണ്. ബോഡിലി കോൺഷ്യസ് ആണ്. കറക്റ്റ്, വെരി ഗുഡ്, താങ്ക് യു. എനി അതർ പോയിന്റ്? പിൻബുദ്ധികളാണെന്ന് പറയും. പെട്ടെന്ന് ചാടി ഡിസിഷൻ എടുത്ത് കളയും. ചാടി ഡിസിഷൻ എടുക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ഫോർ കോൺട്രിബ്യൂഷൻ. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വളരെ വാലിഡ് ആണ്. റെസ്പെക്ട് ചെയ്യുന്നു. സോ വെരി ഗുഡ്, നല്ല പോയിന്റ് എല്ലാം കറക്റ്റ് ആണ്. അതായത് ഇതിനെ ഈ നിങ്ങൾ 3 പേരും പറഞ്ഞ പോയിന്റിനെ ഒന്നുകൂടി ഇത് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, മാതാജിമാർക്ക് ഒരിക്കലും റാഷണൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. അതിനുള്ള പോയിന്റുകളാണ് നിങ്ങൾ പറഞ്ഞ 3 പേരും പറഞ്ഞ പോയിന്റ്. റാഷണൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല, കാരണം അവരെപ്പോഴും ഇമോഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ബിക്കോസ് ദേ ആർ ബോഡി കോൺഷ്യസ്. ചിലപ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ഒരു തോന്നലുണ്ടാവും. അതുപോലെ തന്നെ മാതാജി പറഞ്ഞ, വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞ, ദേ ആർ ഇമോഷണൽ. ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്കൊരു റാഷണൽ എന്ന് പറയുന്നത് മലയാളത്തിൽ എന്താ പറയുന്നത്? എന്താ വാക്ക് ഉപയോഗിക്കാം റാഷണൽ എന്ന് പറയുന്നത്? യുക്തിപരമാണ്. പറഞ്ഞോളൂ മാതാജി. ലോജിക്കൽ. അത് മറ്റൊരു ഇംഗ്ലീഷ് പറയാം അല്ലേ? ഓക്കെ, അപ്പം യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് പ്രയാസമാണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ. എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഓഫ് കോഴ്സ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡിവോട്ടീസ് മാതാജീസ്. ഓക്കെ, ഡിവോട്ടി മാതാജീസ് ആർ എക്സെപ്ഷണൽ, നോ ഡൗട്ട്. അവർക്കെല്ലാം തീർച്ചയായിട്ടും നല്ല റാഷണൽ ഡിസിഷൻ എടുക്കാൻ, നല്ല ബോൾഡും കാര്യങ്ങളെല്ലാം ബെറ്റർ ദാൻ മെൻ, പുരുഷന്മാരെക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റികൾ തീർച്ചയായിട്ടും ഡിവോട്ടി മാതാജിമാർക്ക് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. സോ ലോജിക്കലി അതുകൊണ്ടാണ് ശാസ്ത്രം സ്ത്രീകളെ ഒരു അല്പം ഒരു സ്റ്റെപ്പ് താഴെയായിട്ട് കാണിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ലൈക്ക് ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ എവരിബഡി ഈസ് ഈക്വൽ. ഭക്തിയിൽ എല്ലാവർക്കും ഒരേ സ്ഥാനം. കാരണം ഇപ്പോ ഇതിൽ പറയുകയാണ്, അല്ലയോ പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും, സ്ത്രീകളോ വൈശ്യരോ ശൂദ്രരോ ആരാണെങ്കിലും, അവർക്ക് പരമമായ ലക്ഷ്യം നേടാൻ സാധിക്കും. സോ ഭഗവാൻ പ്രോമിസ് ചെയ്യുന്നു, അവർക്ക് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ആ പരമമായ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? പുരുഷനും സ്ത്രീയും ഇവിടെ നമ്മൾ വലിയ സ്ത്രീ, ഞാൻ പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലൊക്കെ നിന്ന് വലിയ ആളൊക്കെ ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് once we reach there we all are equal. So then there is, I mean, അവിടെ ഒരു വേർവൃത്യമോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ഒരു അണ്ടർ പ്രിവിലേജ്ഡോ ലൈക്ക് നത്തിങ്, അങ്ങനെ യാതൊരു വിധമായ കാറ്റഗറൈസേഷനോ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷനോ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബിക്കോസ് എവരിബഡി ഈസ് ഇൻ ദ സെയിം പ്ലാറ്റ്ഫോം. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ബിക്കോസ് മാതാജീസ് ആർ ഇമോഷണൽ, മാതാജിമാർക്ക് കുറച്ച് ഇമോഷണൽ ആയതുകൊണ്ട് ഇപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ക്ലാസ്സിൽ നോക്കിയാൽ എത്ര ആണുങ്ങളുണ്ട്? ഐ ക്യാൻ സി രംഗമയ രാധാ രമണ പ്രഭു ഉണ്ട്. വിനോദ് കുമാർ MP എന്ന് പറയുന്നത് പ്രഭു മാതാജിയാണ്. അത് മാതാജിമാരെ എന്തെങ്കിലും പ്രഭുക്കന്മാരുടെ കണക്ഷനിൽ വന്നതാണോ എന്ന് എനിക്കറിയില്ല. കഥാമൃത പ്രഭു എനിക്ക് കാണാം. അനന്തകൃഷ്ണൻ പ്രഭു എനിക്ക് കാണാം. യെസ്, 4 or 5 പേര്, അതായത് ടോട്ടൽ നമ്മൾ എത്ര മെമ്പേഴ്സ് ഉള്ളതിൽ 15 മെമ്പേഴ്സ് ഉള്ളതിൽ 3 or 4 ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ 5 പേരുണ്ട്. സോ 1/3 മാത്രമാണ് പുരുഷന്മാരുള്ളത്. സോ ബാക്കി 2/3 ആർ മാതാജീസ് ബിക്കോസ് ദേ ആർ ഇമോഷണൽ, ദേ ആർ പ്രിവിലേജ്ഡ് ഫോർ ഡൂയിങ് ഡിവോഷണൽ സർവീസ്. ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? അവർക്ക് പോലും നേടാം എന്ന് പറയുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ അവരാണ്. സോ ദേ ആർ ടേക്കിംഗ് ദ എൻറ്റയർ അഡ്വാൻറ്റേജ്. മാതാജിമാരാണ് ഇതിനെ കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് എടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇറ്റ്സ് ലൈക്ക് നത്തിങ് ദാറ്റ് യു ആർ ലോവർ അല്ലെങ്കിൽ മാതാജിമാർ. പക്ഷെ ഓക്കെ, ഓഫ് കോഴ്സ്, അതുകൊണ്ടാണ് ഈവൻ മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരിക്കലും ഹയർ പോസ്റ്റുകളിൽ ലൈക്ക് സുപ്രീം കോർട്ട് ജഡ്ജ്
ഈവൻ ജഡ്ജികൾ ലോവർ കോർട്ടിൽ പോലും ജഡ്ജികളായിട്ട് ഐ ഡോണ്ട് തിങ്ക് അവരോട്, പക്ഷേ ഡെഫിനറ്റ്ലി സുപ്രീം കോടതി ജഡ്ജിയായിട്ടൊന്നും ഒരു സ്ത്രീകളെ അവർ വെക്കില്ല. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ വലിയൊരു കൊലപാതകം ചെയ്തിട്ട് അവിടെ വന്നിരുന്നിട്ട് ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ, അയ്യോ അമ്മ എനിക്ക് എൻ്റെ വീട്ടിൽ കുട്ടികളും പരിഭാഗം ഇതാണ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ മനസ്സലിഞ്ഞു പോയെങ്കിലോ എന്ന് ഭയന്നിട്ടായിരിക്കാം അവര് ആ ഒരു പൊസിഷൻ കൊടുക്കാത്ത. എനിവേ ദാറ്റ് ഇസ് അവരുടെ നിയമമാണ്. സുപ്രീം കോടതി ജഡ്ജ് എന്ന് അവർക്കൊരിക്കലും സ്ത്രീകൾ അവരെ കൊടുക്കില്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ. വളരെ മനോഹരമായ പർപ്പോർട്ടാണ് ശിലപ്രഭാതത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ചില ഭാഗങ്ങൾ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ ഒന്ന് ഓടിച്ചു പോകാം. വാട്ട്സ് എ ടൈം നൗ? ഐ മീൻ വി ഹാവ് ടൈം ടിൽ ഇറ്റ്സ് ഓൾറെഡി ടൈം ഇസ് അപ്പ്. ലെറ്റ്സ് ഒരു 5 minutes എക്സ്ട്രാ ഇരിക്കുന്ന കുഴപ്പമില്ലല്ലോ. അത് ഈ ഒരു ശ്ലോകമെങ്കിലും നമുക്കൊന്ന് തീർക്കാം. ഓക്കെ, കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. 7:15 തന്നെ നിർത്തണോ? ഇല്ല പ്രഭു, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരാളെങ്കിലും റെസ്പോണ്ട് ചെയ്തല്ലോ. താങ്ക് യു. സോ നെക്സ്റ്റ് പേജിൽ ശിലപ്രഭാത് വരുന്നു. പക്ഷേ അത്തരക്കാരുടെ നിന്ദ്യമായ ഗുണങ്ങൾ മനുഷ്യ സമൂഹത്തെ മായയുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാക്കാൻ സഹായിക്കുമെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് അവ മനുഷ്യവർഗത്തെ ഭൗതിക പ്രകൃതിയുടെ കഠിന നിയമങ്ങളുടെ പ്രതികരണങ്ങളിൽ അധികമധികം ബന്ധിക്കും. ഒരുവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്താലാണ്. പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ. ജനങ്ങൾ ഇപ്പോൾ സത്വഗുണത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ തമോ ഗുണത്തോടും ഒരു പരിധിവരെ രജോ ഗുണത്തോടും സമ്പർക്കം പുലർത്തുന്നതിനാൽ അവർ അധികം ദുരാഗ്രഹികളും കാമാർത്തരുമായി തീരുന്നു. സോ ഇതാണ് ലോകത്തിനെ ഒരു അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കാരണം. ഇവിടെ പറയുകയാണ്, 3 ഗുണങ്ങളുടെ സ്വാധീനത്തിൽ അവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരെ ആ 3 ഗുണങ്ങളുടെ അതിൽ പ്രധാനമായും സത്വഗുണം മാറ്റി നിർത്തി രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും അധീനതയിൽ വസിക്കുമ്പോൾ അവർ താഴേക്ക് പോയിക്കൊണ്ടിരുന്നത് കൂടുതൽ ദുരാഗ്രഹികളായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും ഇപ്പൊ തൻ്റെ കാര്യം എന്ന് മാത്രമല്ല, തൻ്റെ ബാങ്ക് ബാലൻസ്, തൻ്റെ അസറ്റുകള്, തൻ്റെ ഒപ്പുലൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ചിന്താഗതി അല്ലാതെ, മറ്റൊരു ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്, ഈശാവാസ്യ അല്ലെങ്കിൽ ഈശോപനിഷത്തിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുമ്പോൾ അതിൽ പറയുന്ന അതിൻ്റെ നിയമത്തിന് എക്സാക്ട് വിരുദ്ധമായിട്ടാണ്. ബിക്കോസ് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അതായത് 8ാമത്തെ സ്കന്ധത്തില് ബലി മഹാരാജാവിന്റെ കഥ പഠിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവത്തിൽ മനോഹരമായിട്ട് ബലി മഹാരാജാവിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വാമനദേവൻ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കാത്തവൻ, ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ തൃപ്തിപ്പെടാത്തവന് 3 ലോകങ്ങൾ കിട്ടിയാലും തൃപ്തനാവില്ല. ബലി മഹാരാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് വളരെ അഹംഭാവത്തോടുകൂടി ബലി മഹാരാജാവ് വാമനദേവനോട് ചോദിക്കുകയാണ്, നീ എന്താണ് അതും വാമനദേവൻ എന്ന് പറഞ്ഞാൽ കുള്ളനാണ്, വളരെ കുട്ടിയാണ്. ആ ചെറിയ കാല്, ഇത്രയേ ഉള്ളു കാല്, ആ കാല് വെച്ച് 3 അടി മണ്ണ് മാത്രം ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് ബലി മഹാരാജാവ് വാമനദേവനോട് പറയുകയാണ്, എൻ്റെ അടുത്ത് ഭിക്ഷയാചിച്ചു വരുന്നവൻ മറ്റൊരു സ്ഥലത്തിൽ ഭിക്ഷയാചിക്കാൻ പോകാനുള്ള അവസരം ഞാൻ കൊടുക്കാറില്ല. അതായിരുന്നു ബലി മഹാരാജന്റെ റെസ്പോൺസ്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്നവൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നു. he don't have to go to anywhere else for begging. സുഖമായിട്ട് പിന്നീടുള്ള ജീവിതം ജീവിക്കാനുള്ള തരത്തിലാണ് ഞാൻ ദാനം കൊടുക്കുന്നത് എന്നൊരു അഹംഭാവഭാവത്തിൽ ബലി മഹാരാജ പറഞ്ഞപ്പോൾ തിരിച്ച് വാമനദേവൻ ബലി മഹാരാജൻ ഉപദേശിക്കുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ 3 ലോകങ്ങൾ കിട്ടിയാലും തൃപ്തിപ്പെടില്ല. We can see the right example in front of us. നമ്മൾ എത്രമാത്രം ധനമുള്ള ആൾക്കാരാണ്, അവർ വീണ്ടും വീണ്ടും ധനം സമ്പാദിക്കുന്നതിൽ വ്യാപൃതരാകുക. അതാണല്ലോ പൂന്താനം നമ്പൂതിരിപ്പാട് പാടിയത്. എന്താണ്? 10 കിട്ടുകിൽ 100 മതിയെന്നും. പറഞ്ഞോളൂ. 100 കിട്ടുകിൽ സഹസ്രം മതിയെന്നും. പിന്നെ ബാക്കി പറ. അയ്യോ കഷ്ടം. ഹരേ കൃഷ്ണ, ബാക്കി പറഞ്ഞാട്ടെ. അതായത് 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാക്കിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം. എന്താണ് ആയുധം എന്ന് പറഞ്ഞാല്?
എന്താണ് 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ? ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് എന്നാലും നമുക്ക് സമയത്ത് ക്ലാസ് നിർത്താൻ പറ്റുമോ? 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അടുത്ത ലൈൻ എന്താണ്? ഹരേ കൃഷ്ണ. വളരെ വളരെ പുവർ റെസ്പോൺസ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഈ ശ്ലോകം എത്ര പേർക്ക് അറിയാം? ജ്ഞാനപ്പാന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അതൊന്ന് വായിച്ചു നോക്കിയാൽ അതിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും കംപ്ലീറ്റ് ഒരു സമ്മറി ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, വൈഷ്ണവ ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഇസ്കോണിന്റെ ആചാര്യ പരമ്പരയിൽ വരുന്ന ഒരു വ്യക്തി അല്ല അത് സൃഷ്ടിച്ചത്. പക്ഷേ എങ്കിലും ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഇവൻ ഭാഗവതത്തില് സൃഷ്ടികളെ കുറിച്ചൊക്കെ പറയുന്ന എന്താ പറയുക, സൃഷ്ടിയല്ല, സോറി, ഇൻ ദ സെൻസ് നമ്മുടെ ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ട് എന്താ പറയുന്നത്, സപ്തദ്വീപത്തിനെ കുറിച്ചും ഭൂഖണ്ഡങ്ങളെ കുറിച്ചും മറ്റ് പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെ ഇതിനകത്ത് മനോഹരമായിട്ട് വർണ്ണിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി നാമജപ സങ്കീർത്തനത്തിനെ കുറിച്ച് മനോഹരമായിട്ട് പറയുന്നത്. ആർക്ക് പറയാമത്? ജ്ഞാനപ്പാന കേട്ടിട്ടുള്ളവരില്ല എല്ലാവരും? എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം. മലയാളികളായ എല്ലാവരും പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും അറ്റ്ലീസ്റ്റ് രാവിലെ റെക്കോർഡ് വെക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത് നിങ്ങളെല്ലാം വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ടാണോ, അതോ നിങ്ങൾ കേൾക്കുന്നില്ലേ? കറക്റ്റ് വേർഡ്സ് അങ്ങനെ ഓർക്കുന്നില്ല. അതാ കേൾക്കും, മീനിങ് മനസ്സിലായി, പക്ഷെ ആ വേർഡ്സ് എക്സാക്ട് ഓർക്കുന്നില്ല. കൊറേയായി കേട്ടിട്ട്. വെരി ഗുഡ്, കുഴപ്പമില്ല. അതായത് ഫൈൻ, ഇത് പറഞ്ഞിട്ട് ഞാൻ അടുത്തിലേക്ക് പോകാം. അതായത് 10 കെട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നത്. പല ആൾക്കാരും ആയുധം എന്ന് പറയുമ്പോൾ ആയുധം എന്ന് വിചാരിക്കും, അതായത് വെപ്പണാണോ എന്ന് വിചാരിക്കും, തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് ചോദിക്കാൻ കാരണം, ആയുധം എന്ന് പറഞ്ഞാൽ 10,000 എന്നർത്ഥം സംസ്കൃതത്തിൽ. ആയുധം എന്ന് പറഞ്ഞാൽ 10,000 എന്നർത്ഥം. 1000 പണം കയ്യിലുണ്ടാവുമ്പോൾ 10,000 ആകണമെന്ന് പ്രതീക്ഷിച്ചത്. അതാണ് എൻ്റെ ക്ലിയർ മീനിങ്. അത് ജസ്റ്റ് അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. പിന്നെ ഭഗവത് നാമത്തിന്റെ മഹിമയെക്കുറിച്ച് പൂന്താനം കലിയുഗ മഹിമ എന്ന് പറയുന്ന ഭാഗത്തില് ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. അതായത് വളരെ സ്പഷ്ടമായിട്ട് പറയാം, തിരുനാമം നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. സോ ഇത് തന്നെ ചൈതന്യ മഹാപ്രഭു ശിക്ഷാർഥ. ഐ തിങ്ക് ഈ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ശ്ലോകവും ഐ തിങ്ക് സംതിങ് ലൈക്ക് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്, പെർഫെക്റ്റ്, അത് തന്നെ. യെസ്, കറക്റ്റ്. ജ്ഞാനപ്പാന പൂന്താവനത്തിന്റെ ജ്ഞാനപ്പാനയാണ് മുഖവുരയിൽ ചൈതന്യ ചരിതാമൃതത്തിൽ കൊടുക്കുന്നത്. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല യത്നമെന്നറിഞ്ഞാലും. സോ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇസ്കോൺ ബുക്കിൽ തന്നെ ജ്ഞാനപ്പാനെ കുറിച്ച് കോട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും പഠിക്കണം, അത് വായിക്കണം. ഡെഫിനറ്റ്ലി വി ഓൾ ഷുഡ് ഗോ ത്രൂ ഓൾ ദിസ്. മനോഹരമായ ഇത് ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. എനിവേ, ഐ തിങ്ക് ടൈം ഇസ് അപ്പ്. നമുക്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ. ഈ ഒരു പാരഗ്രാഫ് കൂടെ ഐ വാണ്ടഡ് ടു ഫിനിഷ് ദിസ് ശ്ലോക. ഓക്കെ, പെട്ടെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഭാഗത്ത് പറയുന്നത് മനുഷ്യ സമൂഹത്തിന്റെ താറുമാറായ അവസ്ഥ പരിഗണിക്കുമ്പോൾ വാസ്തവത്തിൽ ശാന്തിയും സമചിത്തതയും ആഗ്രഹിക്കുന്ന ഒരുവൻ നിർബന്ധമായും കൃഷ്ണാബോധം സ്വീകരിക്കുകയും എല്ലായ്പ്പോഴും ഭാഗവത ധർമ്മത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യണം. ഭാഗവത ധർമ്മത്തിൽ മുഴുകുന്നത് രജസ്തമോ ഗുണങ്ങളെ തുരത്തുന്നു. തമസ്സും രജസ്സും അകന്നു പോയി കഴിയുമ്പോൾ ഒരുവൻ അത്യാർത്തിയിൽ നിന്നും കാമത്തിൽ നിന്നും മോചിതനാകുന്നു. കാമലോഭാദികളിൽ നിന്നും മുക്തനാകുമ്പോൾ അവൻ ബ്രാഹ്മണീയ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്? ഒന്നുകൂടെ വായിക്കാം, ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മനുഷ്യ സമൂഹത്തിന്റെ താറുമാറായ അവസ്ഥ പരിഗണിക്കുമ്പോൾ വാസ്തവത്തിൽ ശാന്തയും സമചിത്തതയും ആഗ്രഹിക്കുന്ന ഒരുവൻ നിർബന്ധമായും കൃഷ്ണാവബോധം സ്വീകരിക്കുകയും എല്ലായ്പ്പോഴും ഭാഗവത ധർമ്മത്തിൽ മുഴുകുകയും ചെയ്യണം.
അപ്പൊ ഭാഗവധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭാഗവധർമ്മത്തിൽ മുഴുകുന്നത് രജസ് തമോ ഗുണങ്ങളെ തുരത്തുന്നു. തമസ്സും രജസ്സും അകന്നു പോയി കഴിയുമ്പോൾ ഒരുവൻ അത്യാർത്തിയിൽ നിന്നും കാമത്തിൽ നിന്നും മോചിതനാകുന്നു. കാമലോഭാദികളിൽ നിന്നും മുക്തനാകുമ്പോൾ അവൻ ബ്രാഹ്മണീയ യോഗ്യത ഉള്ളവരായിത്തീരുന്നു. ബ്രാഹ്മണീയ യോഗ്യതയുള്ള ഒരു വ്യക്തി കൂടുതൽ പുരോഗതി ആർജിക്കുമ്പോൾ വൈഷ്ണവതലത്തിലെത്തുന്നു. ഈ വൈഷ്ണവതലത്തിൽ എത്തിയാൽ മാത്രമേ തന്നിൽ സുപ്താവസ്ഥയിലുള്ള ഈശ്വര പ്രേമത്തെ ഉണർത്താൻ കഴിയൂ. അപ്രകാരം അയാളുടെ ജീവിതം സഫലമാകുന്നു. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പ്രഭുപാദ വളരെ മനോഹരമായ ഒരു പർപ്പോട്ടാണിത്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് യു റീഡ് ഇറ്റ് വൺസ് അഗൈൻ. വീട്ടിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് വായിക്കുകയാണെങ്കിൽ യു ക്യാൻ റിലിഷ് എ ലോട്ട് ഫ്രം ദിസ് പർപ്പോട്ട്. സോ വളരെ മനോഹരമായിട്ടാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇവിടെ കാണുന്നത്. കമ്മ്യൂണിസം ശൂദ്രന്മാരുടെ ചിലപ്പോൾ അത് ടച്ച് ചെയ്യാത്ത ഒരു ഏരിയയും ഇല്ല കേട്ടോ. അതൊക്കെ ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. കമ്മ്യൂണിസം ശൂദ്രന്മാരുടെ പ്രസ്ഥാനമാണ്. മുതലാളിത്തം വൈശ്യരുടെയും. ഈ രണ്ട് വിഭാഗങ്ങളും ശൂദ്രനും വൈശ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ സമൂഹത്തിന്റെ നിന്ദ്യമായ അവസ്ഥ മൂലം ക്രമേണ കമ്മ്യൂണിസ്റ്റുകൾ വിജയം പ്രാപിക്കുകയും ഇതുമൂലം സമൂഹം നശിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസത്തോടുള്ള ആഭിമുഖ്യത്തെ വിഫലമാക്കാനുള്ള ഏകമാർഗം കൃഷ്ണാവബോധ പ്രസ്ഥാനമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സമൂഹം എങ്ങനെയാകണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കാണിച്ചു കൊടുക്കാൻ കൃഷ്ണ അവബോധ പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ. കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാത്തിന്റെയും ഉടമസ്ഥാവകാശം രാജ്യത്തിനാണ്. പക്ഷേ കൃഷ്ണാവബോധ പ്രസ്ഥാനം എല്ലാത്തിന്റെയും ഉടമയായി ഈശ്വരനെ സ്വീകരിച്ചുകൊണ്ട് ഇതേ ആശയത്തെ വികസിപ്പിക്കുന്നു. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃതാ കസ്യ സിദ്ധനം. ഈശാവാസ്യ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാം സർവവും ഈശ്വരൻ്റെതാണ് എന്ന ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ശ്ലോകം ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേക വിഹസ്തിനി സുനീചൈവ സഭാകേച പണ്ഡിത സമദർശന. എല്ലാവരെയും ഒരേപോലെ കാണുന്നവനാണ് ഒരു പണ്ഡിതൻ. ഭഗവത് ഭക്തനും അങ്ങനെ തന്നെയാകുന്നു. സോ ഹരേ കൃഷ്ണ, വിൽ വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജായ്. ശ്രീ 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 ചൈതന്യ മഹാപ്രഭു की जय. कृष्णराज कविराज गोस्वामी की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. अनंत कोटि वैष्णव वृंद की जय. नित्य गौर सिद्धांत प्रेमानंदे. हरि हरि बोल. हरे कृष्णा. Thank you so much. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദ്യം? Any questions? ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ പ്രഭുജി. നാരായണ ചൊല്ലുന്നതോ? I don't recommend. കാരണം നാരായണീയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിറ്റററി കോൺട്രിബ്യൂഷൻ. നല്ലൊരു രീതിയിൽ ആ ഒരു രീതിയിൽ നോക്കിയാൽ, ലിറ്റററി വർക്ക് എന്ന രീതിയിൽ നോക്കിയാൽ നാരായണം ഈസ് ദ ബെസ്റ്റ്. ഇന്നത്തെ കാലത്ത് ഇന്ന് കേരളത്തിൽ വലിയൊരു ഫാഷൻ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ഹരേ കൃഷ്ണ മാതാജി, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുമോ? നോ പ്രോബ്ലം. സോ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ നാരായണീയം എന്ന് പറഞ്ഞ കുഴപ്പമില്ല, ഇത് കേട്ടോട്ട് കുഴപ്പമില്ല. ഓക്കെ, നോ പ്രോബ്ലം. നാരായണീയം എന്ന് പറയുന്നത് ഇന്നിപ്പോ കേരളത്തിൽ വലിയൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. നാരായണീയം എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം. യെസ്, നല്ലതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, നോ ഡൗട്ട്. പക്ഷെ ഒരു സിമ്പിൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിന്റെ മറുപടി പറയാം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വീകരിച്ചത് ഏതാണ്? നാരായണീയമാണോ ജ്ഞാനപ്പാനയാണോ? സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് നാരായണീയം ആദ്യം ഒരു തളർവാദം സംഭവിച്ചതിന് ശേഷം മത്സ്യം തൊട്ട് തുടങ്ങാൻ പറഞ്ഞപ്പോ അത് ആ കംപ്ലീറ്റ് ഭഗവാന്റെ അതിനെക്കുറിച്ചെല്ലാം വിവരിച്ചു വർണ്ണിച്ചതിന് ശേഷം അദ്ദേഹം ഇതിൽ നിന്ന് ആ പാരാലിസിസിൽ നിന്ന് അദ്ദേഹം രക്ഷ നേടിയതിനു ശേഷം അദ്ദേഹം അഹംഭാവം അപ്പോഴും തീർന്നില്ല. അപ്പോഴാണ് പൂന്താന നമ്പൂതിരിപ്പാട് ഈ ജ്ഞാനപ്പാന എഴുതിയിട്ട് അത് കക്ഷത്തി വെച്ചോണ്ട് വന്ന് ചോദിക്കും, ഇതൊന്ന് ചെക്ക് ചെയ്യുമോ, ഇതിനകത്ത് തെറ്റുകളാണ് മുഴുവൻ, എന്നാലും ഒന്ന് കറക്റ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് കൊടുക്കുമ്പോൾ ഞാനിതൊന്നും നോക്കാറില്ല, ഇതൊക്കെ വളരെ സിമ്പിൾ മലയാളത്തിൽ എഴുതിയത്, ഞാൻ സംസ്കൃതത്തിലൊക്കെയാണ് നോക്കുന്നത് എന്ന അഹംഭാവത്തോടു കൂടി അദ്ദേഹം അതിനെ നിരസിച്ചപ്പോ വീണ്ടും ആ തളർവാദം പിടിപെടുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹത്തിന് ആ തളർവാദം വന്നു. ഗുരുവായൂരപ്പൻ പറഞ്ഞു, അത് നീ ചെക്ക് ചെയ്യണം, നീ അത് നോക്കണം, അത് എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ അത് പറയപ്പെടുന്നത് എന്താണ്? ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയെയാണ് ഭഗവാൻ സ്വീകരിച്ചത്. എന്താണ് വിഭക്തി എന്ന് പറയുന്നത് അറിയാമോ? വിഭക്തി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? വ്യാകരണം. യെസ്, സംസ്കൃത വ്യാകരണത്തിൽ പറയുന്ന പേരാണ് വിഭക്തി.
സംസ്കൃതത്തിന്റെ വ്യാകരണം, ഗ്രാമർ, ഗ്രാമറിനെ പറയുന്ന പേരാണ് വിഭക്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നാരായണ ഭട്ടതിരിയുടെ, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ ഗ്രമാറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലിറ്റററി കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ യെസ് ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ സാക്ഷാൽ ഗുരുവായൂരപ്പൻ സ്വീകരിച്ചത് ആ വിഭക്തിയേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഭക്തി, വളരെ മനോഹരമാണ്. സാധാരണ ജനങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ പൂന്താനം നമ്പൂതിരിപ്പാട് എഴുതിയ ആ കോൺട്രിബ്യൂഷൻ ആണ് ഇത്. അപ്പോൾ നാരായണീയം പഠിക്കുന്നത് കൊണ്ട് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. നമുക്ക് നാരായണീയം പഠിക്കുമ്പോൾ അതിനെ നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ഭക്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്യുവർ ഭക്തി, പ്യുവർ ഡിവോഷൻ അല്ല അതിന്റെ ലക്ഷ്യം. അതിനെ വർണ്ണിക്കുന്നുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും വർണ്ണിക്കുന്നു, വൈകുണ്ഠത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ജ്ഞാനപ്പാന വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആ ഭക്തി മനുഷ്യന്റെ മനസ്സിലേക്ക് കയറുകയാണ്, വളരെ സിമ്പിളായിട്ട്. സോ ഭഗവത് നാമത്തിന്റെ മഹിമയെക്കുറിച്ചും കലിയുഗത്തിന്റെ മഹിമയെക്കുറിച്ചും എല്ലാം വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഭഗവത്ഗീതയുടെയും ഭാഗവത്തിന്റെയും എസെൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനപ്പാനയിൽ കാണുന്നത്. ഓക്കെ, ഒരു പരിധി വരെ അതിന്റെ എന്താ പറയാ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ തിയററ്റിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിയററ്റിക്കൽ സ്റ്റഡി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ദ പർപ്പസ് ഓഫ് ലേണിംഗ് ഭാഗവതം ഓർ ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീതയോ ഭാഗവതമോ പഠിക്കുന്നത് വായിക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണ്? ആർക്ക് പറയാം? ജനന മരണത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. ഓക്കെ, ജനന മരണത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. യെസ്, ഉമ മാതാജി പറഞ്ഞു ലവ് ഓഫ് ഗോഡ് ഹെഡ്, അതായത് ഭഗവത് പ്രേമം പ്രാപ്തമാകുക. യെസ്, വേറെ ആർക്കെങ്കിലും? നമ്മൾ ശുദ്ധീകരിക്കപ്പെടും, ആത്മാവ് ശുദ്ധീകരിക്കും. ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. ഓക്കെ, വെരി ഗുഡ്. ഭഗവാന്റെ ഡിവോഷണൽ സർവീസില് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും. യെസ്, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടും. യെസ്, അപ്പോ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രേമം പ്രാപ്തമാകുകയാണ്. ഉമാതാജി പറഞ്ഞതുപോലെ ഭഗവത് പ്രേമം പ്രാപ്തമാവുകയാണ്. മറ്റുള്ള എല്ലാം വരും നമുക്ക്. തീർച്ചയായിട്ടും പറഞ്ഞ പോയിന്റ് എല്ലാം ക്ലിയർ ആണ്. നമുക്ക് അതെല്ലാം കിട്ടും, നമ്മളെ ശുദ്ധീകരിക്കും, നമുക്ക് ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കും. യെസ്, അതെല്ലാം നമ്മളുടെ പ്രോസസ്സിൽ വരുന്നതാണ്. ബട്ട് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രേമത്തിലൂടെ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അത് നേടണമെങ്കിൽ ജ്ഞാനപ്പാന വായിച്ചാൽ സാധിക്കും. പക്ഷെ അത് നേടണമെങ്കിൽ നാരായണീയത്തിൽ കൂടെ സാധ്യമല്ല. സിമ്പിൾ. ക്ലിയർ ആണോ മാതാജി? ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മളെ നാരായണ നാമജപം, ഓം നമോ ഭഗവതേ വാസുദേവ, ഓം നമോ നാരായണായ, നാരായണ നാമം ഇന്നലത്തെ ക്ലാസ്സിൽ അങ്ങനെ എന്തോ പറഞ്ഞല്ലേ, എനിക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നാരായണ നാമം ചൊല്ലില്ലേ? എന്റെ ക്ലാസ്സിലാണോ കേട്ടതോ? അല്ല, മാതാജിയുടെ ക്ലാസ്സിൽ ഇന്നലെ. ഇന്നലത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ. ശരി, ഓക്കെ ഫൈൻ. നാരായണ നാമം നമ്മൾ ഓം നമോ ഭഗവതി, ഓം നമോ നാരായണായ ചൊല്ലില്ലേ? മാതാജി ചോദ്യം പറയൂ, എന്താണ്, വാട്ട് ഇസ് യുവർ ക്വസ്റ്റ്യൻ? ഇത് ഓക്കെ, നാരായണ നാമം അല്ലെങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവ എന്ന മന്ത്രം ഇസ്കോണിലെ എൻകറേജ് ചെയ്യുന്നില്ലേ? ഓക്കെ, അതാണോ ക്വസ്റ്റ്യൻ? ഓക്കെ, വെരി ഗുഡ്, വാലിഡ് ക്വസ്റ്റ്യൻ, താങ്ക് യു സോ മച്ച്. അതായത് ആദ്യം നമ്മൾ അറിയേണ്ടത് ഇസ്കോൺ എന്താണ് എന്നാണ്. ഇസ്കോൺ ഇന്ന് ലോകത്തിൽ ഞാൻ മറ്റു പല പ്രസ്ഥാനങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് ശേഷമാണ് അവസാനം ഞാൻ ഇസ്കോണിലേക്ക് വന്നത്. അപ്പൊ ഇസ്കോൺ മാത്രമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ. എൻ്റെ എളിയ എക്സ്പീരിയൻസ് ആണ്, ചെറിയ എക്സ്പീരിയൻസ് കൂടി എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ അത് ഇസ്കോൺ മാത്രമാണെന്ന് എൻ്റെ അറിവ്. അപ്പോ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നെന്ന് പറയുമ്പോൾ മാതാജി ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ മുൻ യുഗങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം പ്രഹ്ലാദ മഹാരാജാവ് ഉപയോഗിക്കുകയും ഓം നമോ നാരായണായ എന്ന മന്ത്രം ധ്രുവ മഹാരാജാവ് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് പഴയ യുഗങ്ങളിൽ. കലിയുഗത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് കലിസന്ധാരണ ഉപനിഷത്ത്. ആ കലിസന്ധാരണ ഉപനിഷത്ത് എന്ന ഉപനിഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതി ഷോഡശകനാംനാം കലി കൽമഷനാശനം നാദപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. അതായത് ഭഗവാന്റെ ഈ 16 നാമങ്ങൾ, അതാണ് ഹരേ കൃഷ്ണ എന്ന് എണ്ണിക്കഴിഞ്ഞാൽ 16 നാമങ്ങൾ.
അതാണ് ഇതി ഷോഡശകനാംനാം. ഈ 16 നാമങ്ങളാണ് കലിയുടെ കൽമഷത്തിനെ നശിപ്പിക്കാൻ ഏറ്റവും ഉതകുന്നതായത്. നാദപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. നിങ്ങൾ വേദശാസ്ത്രങ്ങളിൽ എവിടെ വേണേ തിരഞ്ഞോളൂ. 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, ഉപപുരാണങ്ങൾ, സ്ഥലപുരാണങ്ങൾ, ഏത് ഗ്രന്ഥം നിങ്ങൾ തിരഞ്ഞാലും നാദപരതരോപയഃ സർവവേദേഷു ദൃശ്യതേ. നിങ്ങൾ സർവവേദങ്ങൾ തിരഞ്ഞാലും ഇതിനേക്കാൾ ബെറ്ററായ ഒരു മാർഗം കാണില്ല എന്നാണ് കലിസന്ധാരണ ഉപനിഷത്തിൽ പറയുന്നത്. സോ ഇനി പറയൂ, ഇസ്കോൺ ശാസ്ത്രത്തിനെ അടിസ്ഥാനമായി അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ അനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നിയമാവലിയിൽ നിൽക്കുന്ന ഇസ്കോൺ എന്തിനു മറ്റു മന്ത്രങ്ങളെ ആശ്രയിക്കണം? ഇസ്കോൺ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഇസ്കോൺ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ശാസ്ത്രം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്. അപ്പോ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം നമ്മൾ ചൊല്ലുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ശ്രീമദ് ഭാഗവതം ക്ലാസ് ചൊല്ലുമ്പോൾ തുടങ്ങുന്ന മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന. ശ്രീമദ് ഭാഗവതം ക്ലാസ്, ശ്രീമദ് ഭാഗവതം എന്ന മഹാഗ്രന്ഥത്തിന്റെ ഫസ്റ്റ് വേഴ്സ് തന്നെ തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല, പക്ഷെ ആസ് ഒരു സാധന ചെയ്യുന്നതില്, ഡെയിലി ജപിക്കേണ്ട മന്ത്രത്തില് നമ്മൾ ഉപയോഗിക്കേണ്ട മന്ത്രം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് എന്ന് വേദശാസ്ത്രങ്ങൾ സ്പഷ്ടമാക്കി പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഇസ്കോൺ അതനുസരിച്ച് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ മാധവിയമ്മ മാതാജി? താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. വേറെ ആരാ ചോദിച്ചത്? ദീപ ഞാൻ ചോദിച്ചത്. അതെ സോറി, അവിടെ അൺമ്യൂട്ട് ആയിരുന്നുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ. ഒരു സംശയവുമില്ല. നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ ജപിക്കുന്നത് ശ്രീ വൈഷ്ണവർ ജപിക്കുന്നുണ്ട്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ശ്രീ വൈഷ്ണവർ ജപിക്കുന്നുണ്ട്. നത്തിങ് റോങ് ഇൻ ദാറ്റ്. പക്ഷെ ഈ ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ദർ ഇസ് നോ ബെറ്റർ വേ. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗ്ഗമില്ല. പിന്നെ നമ്മൾ മറ്റു വഴിക്ക് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് വേയിൽ പോവുകയല്ല നമുക്ക് ഏറ്റവും ആവശ്യം. സോ അതുകൊണ്ടാണ് ഇസ്കോൺ ഓൾവേസ് ഗൈഡ് ഓൺ ദ പ്രോപ്പർ വേ. ഓക്കെ മാതാജി, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. താങ്ക് യു പ്രഭുജി. Okay, thank you so much. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ ഇത് വന്നിട്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനമായിട്ട് നമുക്ക് ഇത് കലിയുഗത്തിനേക്ക് വേണ്ടി ഇത് ഉദ്ധരിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. നേരത്തെ എല്ലാവരും ഹരേ രാമ എന്നല്ലേ തുടങ്ങുന്നത്, നമ്മൾ ഹരേ കൃഷ്ണ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഞാൻ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരു 5 minutes എഴുതാൻ കുഴപ്പമില്ലല്ലോ, ആർക്കും ബോറടിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു 5 minutes. അതായത് നമ്മള് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ആരാണ്? മൃഗാരി, രത്നാകരൻ എന്ന് പറയുന്ന ഒരു മോഷ്ടാവും പിടിച്ചുപറിയക്കാരനുമായ ഒരു കൊള്ളക്കാരനായിരുന്ന വ്യക്തി വാൽമീകി മുനി ആകാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും കഥ അറിയാവുന്നതാണ്. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പാപകർമ്മങ്ങളുടെ ഫലം കൊണ്ട് രാമ എന്ന നാമം പോലും അദ്ദേഹത്തിന് ഉച്ചരിക്കാൻ സാധിച്ചില്ല. അപ്പൊ രാമ എന്ന നാമം പോലും ഉച്ചരിക്കാൻ സാധിക്കാതിരുന്ന അദ്ദേഹത്തിന് നാരദമുനി കൊടുത്ത മറുപടി എന്താണ്? എന്തുപായമാണ് കൊടുത്തത് നാരദമുനി? മരാന്ന് ജപിച്ചോളൂ, പറഞ്ഞോളൂ എന്നാ പറഞ്ഞത്. അപ്പോ അൾട്ടിമേറ്റ്ലി അത് രാമ രാമ എന്ന് വന്ന് 60,000 വർഷം അദ്ദേഹം രാമനാമം ജപിച്ച് തപസ് ചെയ്തപ്പോ അദ്ദേഹത്തിന് വാൽമീകിയുടെ തലത്തിലേക്ക് ഉയരാനുള്ള അവസരം കിട്ടുകയാണ് ചെയ്തത്. എത്ര അധപ്പതിച്ച ലെവലിൽ നിന്ന് അദ്ദേഹം എത്ര ഉയർന്ന തലത്തിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ രത്നാകരനേക്കാൾ ഭയാനകമായ അവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മഹാപ്രഭു നമ്മളോട് പറഞ്ഞു, നിനക്ക് ഹരേ രാമ എന്ന് പറയുന്ന വേദശാസ്ത്രങ്ങൾ ചൊല്ലാനുള്ള, ഒരുപക്ഷെ രത്നാകരനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വായ കൊണ്ട് ഒരുപക്ഷെ പറയാൻ സാധിച്ചെന്ന് വരാം, പക്ഷെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥ കോൺഷ്യസോടുകൂടി നമുക്ക് വേദശാസ്ത്ര മന്ത്രങ്ങൾ ചൊല്ലാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല. അന്ന് മഹാപ്രഭു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം എല്ലാവർക്കും രാമാനുജാചാര്യന്റെ കഥ പറഞ്ഞതുപോലെ രാമാനുജാചാര്യൻ ഈ ഓം നമോ നാരായണായ എന്ന മന്ത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. ഒരു ക്ഷേത്രത്തിൽ തന്റെ ഗുരു സീക്രട്ടായിട്ട് ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തു, ഈ മന്ത്രം ആർക്കും പറഞ്ഞു കൊടുക്കരുത്
എന്ന് പറഞ്ഞ് അദ്ദേഹം ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഓടിച്ചെന്നൊരു ഗോപുരത്തിന് മേലെ നിന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ജപിച്ചോളൂ ഓം നമോ നാരായണായ, നിങ്ങൾക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടും. ഗുരു വിളിച്ചു ചോദിച്ചു, നിന്നോട് ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞ, നീ നരകത്തിൽ പോകും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നരകത്തിൽ പോകാൻ റെഡിയാ, പക്ഷെ ഈ കേട്ട ആൾക്കാരെല്ലാവരും സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും മോക്ഷം കിട്ടുമല്ലോ, അവർക്ക് എല്ലാവർക്കും വേണ്ടി നരകത്തിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രാമാനുജാചാര്യൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു രാമാനുജാചാര്യന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു, നീയാണ് എന്റെ ഗുരു എന്ന് പറഞ്ഞതുപോലെ മഹാപ്രഭു അവതരിച്ച് വന്നപ്പോ സർവർക്കും ഈ ഹരേ രാമ മന്ത്രം കൊടുത്തു. ഹരേ രാമ ഹരേ രാമ, അന്ന് ഇങ്ങനെ ഹരേ രാമ എന്ന് തന്നെയാണ് ജപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഹരേ രാമ എന്ന മന്ത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും പറഞ്ഞു കൊടുത്തപ്പോ മഹാപ്രഭു അവതരിച്ചു വന്ന ആ ബ്രാഹ്മണ കുടുംബം അല്ലെങ്കിൽ ബ്രാഹ്മണ കുലം, അതിന്റെ അതോറിറ്റികള് അദ്ദേഹത്തിനെ വിലക്കി. ഇത് പാടില്ല, ഇത് ബ്രാഹ്മണർക്ക് മാത്രം ചൊല്ലാനുള്ള മന്ത്രമാണ്, അത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിച്ചപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളുടെ മന്ത്രം എടുക്കുന്നില്ല, ഞാൻ ഹരേ കൃഷ്ണ എന്ന് സ്റ്റാർട്ട് ചെയ്തോളാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാം ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ. അപ്പോ ആദ്യത്തെ മന്ത്രത്തിനും അവസാനത്തെ മന്ത്രത്തിനും മാത്രമല്ലേ വ്യത്യാസമുള്ളൂ, ഇടയ്ക്കുള്ള മന്ത്രം എല്ലാം കറക്റ്റ് ആവുന്നില്ലേ? സോ ദിസ് നോ പ്രോബ്ലം ഫോർ ദാറ്റ്. അപ്പോ ഇനിയല്ല, നിങ്ങളിൽ ആരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ രത്നാകരനേക്കാൾ ബെറ്റർ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹരേ രാമ എന്ന് സ്റ്റാർട്ട് ചെയ്യാം, ദിസ് നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ രത്നാകരനേക്കാൾ മോശമായ അവസ്ഥയിലുള്ള പല ചിന്താഗതികളും പല കാര്യങ്ങളും പല തോട്ട് പ്രോസസ്സുകളും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വി ആർ നോട്ട് ക്വാളിഫൈഡ് ടു യൂസ് ദ വേദമന്ത്ര ആസ് ഇറ്റ് ഈസ്. ആ ഒരു കൺസെപ്റ്റിൽ കൊണ്ടാണ് മഹാപ്രഭു നമ്മളെല്ലാവരെയും ഈ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ഹരേ രാമ എന്ന് തുടങ്ങുന്നതിന് പകരം ഹരേ കൃഷ്ണ എന്ന് തുടങ്ങാനായിട്ട് നമുക്ക് ഉപദേശം നൽകിയത്. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ? ഹരേ എന്നുള്ളത് വേദമന്ത്രാണല്ലേ? ഹരേ രാമ എന്നാണ്. ഇത് കലിസന്ധാരണ ഉപദേശത്തിൽ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ ചൊല്ലുന്നത് ഹരേ കൃഷ്ണ ആയതുകൊണ്ട് ഞാൻ ഹരേ കൃഷ്ണ പറഞ്ഞതാണ്. പക്ഷെ കലിസന്ധാരണ ഉപദേശത്തിൽ ഒറിജിനലി പറയുന്ന മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇതി ഷോഡശക നാംനാം കലികൽമഷനാശനം നാദപരതരോപയ സർവവേദേഷു ദർശിതേ. എങ്ങനെയാണ് ഹരേ രാമ എന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹരേ കൃഷ്ണ വേദമന്ത്രല്ലേ? എന്തോ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ വേദമന്ത്രല്ലേ? ഇപ്പൊ തിരിഞ്ഞില്ലേ, മന്ത്രത്തിനെ ചേഞ്ച് ചെയ്തില്ലേ? ഇപ്പൊ രാമ എന്ന മന്ത്രം മര എന്നാക്കിയപ്പോ രത്നാകരന് ചൊല്ലാൻ സാധിച്ചു. അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു രാമ എന്ന് ചൊല്ലാൻ, അതിന് പറയാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ മര എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചു. അപ്പോ ഇറ്റ് ഇസ് നോട്ട് മന്ത്ര എന്ന് പറഞ്ഞതുപോലെ ഹരേ രാമ എന്ന് തുടങ്ങുമ്പോഴാണ് ഒറിജിനൽ മന്ത്രം. സോ വെൻ ഇറ്റ് ഇസ് റിവേഴ്സ്ഡ് ഇറ്റ് ഇസ് നോ മോർ വേദമന്ത്ര. പക്ഷെ അതേ സമയത്ത് നമുക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഹരേ കൃഷ്ണ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് എല്ലാവരും. താങ്ക് യു പ്രഭു, പ്രണാമം എന്ന് പറഞ്ഞത്. ഹരേ കൃഷ്ണ, പ്രണാമം. സോ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ ശ്രീ ശ്രീ ചൈതന്യ മഹാപ്രഭു की जय, कृष्ण कविराज गोस्वामी की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, अनंत कोटि वैष्णव वृंद की जय, लॉर्ड सिद्धार्थ प्रेमानंदे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. गौरांग भक्तवृंद की जय. Thank you so much. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു.